ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ബെൽ ബട്ടൺ കൂടി അമർത്തണം. അപ്പം ഇന്ന് ഞാനൊരു ചെറിയ മിനി വ്ളോഗാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ആ തിരുവോണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഇതുപോലെ ആയിരിക്കും ബിരിയാണിയോ ഫ്രൈഡ് റൈസോ എന്തെങ്കിലും ആയിരിക്കും എല്ലാ വർഷവും വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള റൈസിലിടാനുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ സ്ഥിരം പ്ലേസാണ്. ഈ സ്റ്റെപ്പ് അടുക്കളയുടെ അവിടെയുള്ള ഫ്രണ്ടിൽ വെളിയിലോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പാണ്. ഇവിടെ വന്നിട്ട് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇവിടെ വന്നിരുന്നാണ് അമ്മയുടെ സ്ഥിരം ഇരുന്ന് അമ്മയോട് വാചം അടിക്കുന്നത് ഇവിടെ ഇരുന്നാണ്. അതൊരു പ്രത്യേക സുഖമാണ്. നമ്മളിങ്ങനെ വീട്ടിൽ വരുമ്പം അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ട് കാണുമല്ലോ, അതുപോലെ എനിക്കിഷ്ടപ്പെട്ട സ്പോട്ടാണ് ആ സ്റ്റെപ്പ്. അപ്പോൾ അമ്മ റൈസ് എല്ലാം കഴുകി ക്ലീൻ ആക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസിന് വേണ്ട ചിക്കന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പം കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ചെരുപ്പൊക്കെ ഇട്ട് അച്ചാച്ചൻ വെളിയിൽ നിൽപ്പുണ്ട്. അച്ചാച്ചൻ്റെ കൂടെ വെളിയിലൊന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. കറങ്ങാമെന്ന് വിചാരിക്കും, ദൂരെയൊന്നും അല്ല, വെളിയിലൊക്കെ ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി പോവാം. അപ്പം അമ്മ അരി കഴുകിയിൽ അടുപ്പത്തിട്ടിട്ടുണ്ട്. അടുപ്പിലാണ് വെക്കുന്നത്. വിറകെന്ന് വെച്ചാൽ പുകയില്ലാത്ത അടുപ്പാണ്. ഇപ്പം മിക്കവാറും ഉള്ളതെല്ലാം അമ്മ ഇതിനകത്ത് തന്നെയാണ് വെക്കുന്നത്. പിന്നെ മെഴുക്ക് വരട്ടിയോ മീൻ വറുക്കലോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളൂ ഗ്യാസിൽ വെക്കുന്നത്. അപ്പോൾ അത് നല്ല സൂപ്പറായിട്ട് അരി വേകുന്നുണ്ട്. അടുപ്പിൽ നല്ല തീയൊക്കെ കറക്റ്റ് വരുന്നത്. ആദ്യം നമുക്കൊന്ന് തീ കത്തിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പിന്നെ നല്ലപോലെ കത്തിക്കോളും. അപ്പോൾ ഇത് ആവശ്യത്തിന് വേകുന്നുണ്ട്. ഇട്ടതേ ഉള്ളൂ, അതുകൊണ്ട് നല്ലപോലെ വെന്ത് വരാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ അതൊക്കെ വെന്തു. അമ്മ അത് കോരി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഇച്ചിരി ചൂട് പോയാലല്ലേ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഇങ്ങനെ ഒട്ടിയിരിക്കുമല്ലോ. അതുകൊണ്ട് അമ്മ എല്ലാം വാർത്ത് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഇന്ന് എന്താണ് അവിട്ടത്തിൻ്റെ പരിപാടി എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്പെഷ്യൽ ഫുഡൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണെങ്കിലും കമൻറ്റ് ചെയ്തോളൂ, നമുക്ക് അതിനനുസരിച്ച് ചേഞ്ച് ആക്കാം, ഒന്നും പ്രശ്നമില്ല. അപ്പോൾ അമ്മ അത് അരിയെല്ലാം ഒന്ന് എടുത്ത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പം കുഞ്ഞിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പം ഞാനപ്പം പച്ചക്കറി എല്ലാം ഒന്ന് അരിഞ്ഞിട്ട് മാറ്റി വെച്ചു. ചിക്കനുള്ളതും നമ്മളിവിടെ സവാളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ അപ്പം വെള്ളത്തിൽ ഇട്ടിട്ടേ ഉള്ളൂ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പച്ചക്കറി എല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അമ്മ കുക്കറിൽ ഒരു വിസിലടിക്കും. അപ്പം ആ കുക്കറിലെല്ലാം കൂടെ കയറുന്നില്ല. അപ്പം രണ്ടാമത്തെ കുക്കർ എടുത്തു, അതിനകത്താകുമ്പോൾ പച്ചക്കറി എല്ലാം കയറുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ അതെല്ലാം എടുത്ത് ഇച്ചിരി അടച്ച് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിച്ചെടുത്ത് കുറച്ച് വെന്ത് കിട്ടും അത്. അപ്പം കുക്കറിൽ അമ്മ അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വിസിൽ കഴിയുമ്പോൾ അതെടുത്ത് മാറ്റാം. അപ്പോൾ ഇവിടെ എൻ്റെ സേട്ടനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വർക്ക് ഫ്രം ഹോമാണ്. അവർക്ക് പിന്നെ നോർത്തിലെ കമ്പനി ആയതുകൊണ്ട് ഓണമൊന്നുമില്ല. അപ്പോൾ ലീവ് ആയിട്ട് വന്നിട്ട് ഇപ്പം ബാക്കിയുള്ള ദിവസം വർക്ക് ഫ്രം ഹോം ചെയ്യും. 2 ദിവസത്തേ ഉള്ളൂ, അത് കഴിഞ്ഞ് പോവും. അച്ഛനപ്പം ചിക്കൻ ഇടാനുള്ള തേങ്ങാക്കൊത്തൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ കരിക്കൊക്കെ വെട്ടി ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച്. കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാ ജ്യൂസ് എന്നാണ് കുഞ്ഞ് പറയുന്നത്. കുഞ്ഞ് ജ്യൂസൊക്കെ കുടിക്കുന്നു, തേങ്ങാ ജ്യൂസ്. കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേന് ചിക്കൻ കറിക്കുള്ളതെല്ലാം അരിഞ്ഞ് അമ്മ വഴറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ചിട്ട് ചതച്ചിട്ട് പിന്നെ സവാളയും തക്കാളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോഴത്തേന് ചിക്കനെല്ലാം വറക്കാനും കറി വയ്ക്കാനും ഉള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ കറിവേപ്പില ഇട്ടുന്നുണ്ട്. അമ്മ നല്ലപോലെ എല്ലാ കറിക്കും കറിവേപ്പില ഇടുന്നുണ്ട്. അത് പിന്നെ നല്ലതാണല്ലോ, വിഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോളും. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അമ്മ. സ്പൂൺ അളവല്ല, അമ്മയ്ക്കെല്ലാം കൈ അളവാണ്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് വഴണ്ട് വരുമ്പം ബാക്കി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ കുരുമുളക് ഇതിനകത്ത് ചതച്ചിട്ടിട്ടുണ്ട്. അപ്പം നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. വഴണ്ട് വന്നതിന് ശേഷം മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇട്ടത് ഗരം മസാലയായിരുന്നു. പിന്നെ ഇപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതോടിട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം.
നല്ലപോലെ വഴണ്ടതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് പുരട്ടി എടുക്കുക. പുരട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പീസ് താഴെപ്പൂ നമ്മൾ അതെടുത്തിട്ടിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് പുരട്ടി അതിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് നമുക്ക് അതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് കുക്കറിലോട്ടൊന്ന് മാറ്റി ഒരു അടിച്ച് എടുക്കാം. അപ്പോഴത്തേനും അത് വെന്ത് കിട്ടും. ഓൾറെഡി അതിനകത്ത് വെള്ളമൊക്കെ ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട്, കറിയാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് കുക്കറിലിട്ട് ഒരു അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം അമ്മ എടുത്ത് കുക്കറിലോട്ട് മാറ്റുന്നുണ്ട്. മാറ്റി കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ആ മസാല അതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വിസിലടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ പപ്പടമൊക്കെ അമ്മ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പുറത്തെ സാലഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന തൈരൊക്കെയാണ്. അപ്പോൾ ചെറുതായിട്ട് സവാളയൊക്കെ അരിഞ്ഞ് ഒരു പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് 3-4 സ്പൂണ് തൈരും മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേറെ ഒന്നും സാലഡിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ചിലപ്പം ക്യാരറ്റും തക്കാളിയൊക്കെ ഞാൻ ചിലപ്പോൾ അറിഞ്ഞിടാറുണ്ട്. ഇതിപ്പോൾ സിമ്പിൾ മതി എന്ന് അമ്മ പറഞ്ഞുകൊണ്ട് ഞാനപ്പോൾ അങ്ങനെ വിചാരിച്ചു അത് മാത്രം ഇടാം. അപ്പോൾ സവാളയൊക്കെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കുഞ്ഞായിട്ട് അരിഞ്ഞ് 2 പച്ചമുളകും ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് തൈരൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുകയാണ്. അപ്പം ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും റെഡിയായി. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇളക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങളെങ്ങനെ സാലഡ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ചിലവരിങ്ങനെ സിമ്പിളായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്, ചിലവർ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അച്ചാർ, സാലഡ്, ചിക്കൻ കറി, പപ്പടം, റൈസ് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചു. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ല. ഞാൻ ബാക്കിയും കൂടെ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.